ഞാൻ പൂവൊക്കെ വാങ്ങിച്ച് ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ആരാണെന്ന് ഗസ് ചെയ്യൂ. Why are you so blushing? Oh, this is the first. ിന്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കുക. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. It's actually don't look too much, you know. എന്നിട്ട് ഇത് അവിടെ. Every day in meeting. How are you? Me going. Bye. Today? Yeah. Today. This my. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ ഒമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഇന്ന് ആക്ച്വലി വളരെ വിഷമമായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാൻ വന്നിട്ട് 2 ദിവസം മാത്രമേ സേയുടെ അടുത്ത് സ്പെൻഡ് ചെയ്തോളൂ. ഞാൻ സേന്ന് വിട പറയാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഇനി ഒരു ദിവസം കൊണ്ട് എനിക്ക് ഈ രാജ്യത്തുണ്ട് നിൽക്കാനായിട്ട്, കൊറിയയിൽ. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ഇന്ന് പോവുകയാണ് കേട്ടോ. ഇവിടെ രാവിലെ ഇതെന്തെന്നോ പരിപാടി. നമ്മുടെ നാട്ടിൽ ഉത്തരേന്ത്യക്കാരൊക്കെ വന്ന് ജോലിക്ക് ഇരിക്കൂലേ രാവിലെ വെളുപ്പാകാലത്ത് ഓരോ ജംഗ്ഷനിൽ, അതുപോലെ വന്ന് ഈ വിയറ്റ്നാമിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഈ ജോലിക്ക് വേണ്ടി അവിടെ നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഓരോ കോൺട്രാക്ടർമാർ അവർ വന്ന് ഓരോ സ്ഥലത്ത് ജോലിക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ സെയിം ആക്ച്വലി ഇവിടെ വന്നത് ഒരു 45 ദിവസത്തേക്ക് പണിയെടുക്കാനാണ്. 45 ദിവസം പണിയെടുത്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് പുതിയ യാത്രയ്ക്കുള്ള വിസയ്ക്കും എല്ലാത്തിനുള്ള പൈസയൊക്കെ ഉണ്ടാക്കി യാത്ര ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഒരു 40-45 ദിവസത്തേക്ക് വേണ്ടി വന്നത്. അപ്പോൾ ഇതുപോലെയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ലീവാണ് ഞാൻ വന്നതുകൊണ്ട്. അല്ല, ഈ രാവിലെ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ഇവരുടെ ഏജൻസി ഉണ്ട്, അവർ വന്ന് ഓഫീസിൽ വിളിച്ചു കൊണ്ടുപോകും. അവിടെ വന്നിട്ട് ആവശ്യമുള്ള ആൾക്കാർ കൊണ്ടുപോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു പോകുന്നു. ഞാൻ സോളിലോട്ട് പോകുന്നു, തലസ്ഥാന നഗരിയിൽ. സെയിനെ വിട പറയുന്നു. സെയിന് വിഷമമെന്ന് പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. എനിക്ക് അതിൻ്റെ അപ്പുറം വിഷമമുണ്ട്. when we will meet again? In the future. In the future? In the future we never know, because it can be a couple months or can be a few years, or it can be in Mexico. Or can be so you only need day. visa. Yeah. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പോവാണ്. ഇനി സോളിൽ പോയിട്ട് മറ്റൊരാളെ കാണണം കേട്ടോ. അയ്യോ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വന്നു. മറ്റൊരാൾ ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കൊറിയയിലോട്ട് ഫ്ലൈറ്റ് എടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ എന്നെ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ അത് ആരാണെന്ന് പറഞ്ഞുതരാം, നിങ്ങൾക്ക് അറിയായിരിക്കും ആളെ. ഈ കാണുന്നത് ഇവിടുത്തെ മാർക്കറ്റാണ്. ഇവിടെ കുറേ ഏജൻസി ഉണ്ട് കേട്ടോ ഇതുപോലുള്ള. രാവിലെ തന്നെ ആളുകളെല്ലാം ജോലിക്ക് വേണ്ടി കണ്ടില്ലേ, അവിടെ കുറേ സ്ത്രീകൾ ഇതുപോലുള്ള വണ്ടികളിലാണ് കേട്ടോ അവരെ കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ജോലിയുടെ ഏജൻസികളാണ്. എല്ലാവരും രാവിലെ വന്ന് ചായയൊക്കെ കുടിച്ച് ജോലിക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ. Most of the people are from Vietnam? No, actually, that I meet, most of the people, they are from Nepal. Nepal? Yes, Nepal? In your work? In my work, but it's different because I know that some jobs, like around town, there is a lot of people more from China. The Chinese people, they are the best worker, the faster one. After I can say like... But Chinese people come here for work? Yes, a lot. But in my agency, no. Yeah, I think. But in another agencies, there's full of Chinese people. Sometimes I meet them in another fields. Okay. But I think a lot of Vietnamese people, because they are poor economically also. The people were saying like asking, are we Vietnamese, So it means that they have like a concept that it's more Vietnamese. Not really, they are more Nepalese. They are more Nepalese. Nepalese, I can say 60-70%. Okay. Yes. 60% കൂടുതൽ നേപ്പാളികളാണ് കേട്ടോ ഇങ്ങനെ ജോലി ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വിയറ്റ്നാമീസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ധാരാളം. ഇവിടെ മനോഹരമായിട്ടുള്ള 2 കത്തോലിക്കൻ പള്ളിയുണ്ട്. അവിടെയും ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ നല്ലപോലെ. ഇതൊക്കെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ബസ് സ്റ്റോപ്പിൽ കൂടുതൽ ചെയറിട്ടേക്കുന്നുണ്ടല്ലേ, കാരണം ധാരാളം പ്രായം കൂടിയ ആളുകളില്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ കൂടുതൽ ഇങ്ങനെ ചെയറൊക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുമ്പം ഇവിടെ എല്ലാം പ്രായമായ ആൾക്കാരാണ് കേട്ടോ. ഇത് ഒരു സിറ്റി ഓഫ് ഓൾഡ് പീപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വയസ്സ് കുറവായിട്ടുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതിന് വല്ലോ എന്താ പറയുക, ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ ഫുള്ള് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് നമ്മളങ്ങനെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ നീങ്ങുന്നത്.
ഈ കാണുന്നത് നമ്മുടെ തിയാൻ്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ബസ് സ്റ്റോപ്പിൻ്റെ ഭാഗത്തിൻ്റെ അടുത്തോട്ടാണ്. ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂറുണ്ട് നമ്മുടെ സോളിലോട്ട് പോകാനായിട്ട്. നമ്മൾ രാവിലെ വന്നിട്ട് സമയമില്ലാത്ത സമയത്ത് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ ഒരു സംഭവമാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. 5:42 പടച്ചോനെ. എന്തിങ്ങാ ഇവിടെ പറയാ ഫോട്ടോ, എൻഡിങ് ഫോട്ടോ, ബൈ ബൈ ഫോട്ടോ. No. We can take it, choose normal ones. എന്തെങ്കിലും ചൂസ് ചെയ്തിട്ട്. Or what do you want? Yeah, choose something. Okay. First. Maybe something. നമ്മൾ താണ്ടേ കാർഡ് T-Money, this card, right? Yes. 4,000 ആണ് കേട്ടോ 2 പാക്ക് ഇത് കിട്ടുന്നതിന്. വെയിറ്റ്, റിമൂവ്. No, it's like they give you all the options. No, it's not. Not fair. No, I think you have to swipe. No, they are down, I think. ഇത് വർക്ക് ആവുന്നില്ലല്ലോ. അവസാന സമയത്ത് പാടോട്ട് ആഗ്രഹിച്ചിട്ട് എടുക്കാന്ന്. 카드를 대거나 넣어주세요. 야. 카드를 제거해주세요. 카드를 제거해주세요. It's something like Terroro. Hace poco. അവസാനം നമ്മള് പൈസ ഇടേണ്ടി വന്നു. ഇന്നലെ ലാസ്റ്റ് പൈസ പോയാണ് പൈസ ഇടാത്തത്. ഓ കറക്റ്റായി. Come on. Faster. Go. Like. Oh, this is the first. Another. Thinking. I also don't know. Apúrate. A ver. So we have to. അങ്ങനെ അവസാനം എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓ നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. Only one? No, I think so. It's printing another one. വേറെ വരുവാണ് കേട്ടോ. നമ്മുടെ തിയാൻ്റെ ബസ് സ്റ്റോപ്പ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ. ഓ ഇതിൻ്റെ അകത്ത് ഭക്ഷണം കഴിക്കാനുള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഓടി പിടിച്ചെത്തി. ലാസ്റ്റ് ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ടൈം കുറേ പെട്ടെന്ന് പോയി. ഇനി പെട്ടെന്ന് പോയി ആദ്യം എനിക്ക് ടിക്കറ്റ് എടുക്കണം. ഓ യെസ്, ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ തിയാനിൻ്റെ ബസ് സ്റ്റേഷൻ. കണ്ടോ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ആ കാണുന്നതാണ്. അതിൽ പോയിട്ട് വേണം എനിക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട്. ഇവിടെ എല്ലാം ഓർഗനൈസ്ഡ് ആണ് കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര ഈസിയാണ്. എല്ലാം ഓൺലൈനിലും സംവിധാനങ്ങളും ഇംഗ്ലീഷ്. ദിസ് ഈസ് ക്യാഷ് മെഷീൻ. ഐ വാണ്ട് ടു പേ ഇൻ ക്യാഷ്. Yes, cash credit. പർച്ചേസ് ടിക്കറ്റ്. അങ്ങനെ നമ്മുടെ ടിക്കറ്റ് പ്രിൻ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് എനിക്ക് കിട്ടിയ ടിക്കറ്റ്. 10,800 അതായത് നമ്മൾ അതിൽ ഒരു 600-650 വരും കേട്ടോ ടിക്കറ്റ്. ബാക്കി 200 രൂപയും കിട്ടി. 200 വോണും കിട്ടിയിട്ടുണ്ട്. യെസ്, അങ്ങനെയാണ് കേട്ടോ. സിമ്പിളാണ്. ഞാൻ 6 മണിക്കുള്ള ബസ് എടുക്കാൻ വേണ്ടി വന്നപ്പം ആ ബസ് തീർന്നു. 7:30 ഇനി ബസ്സുള്ളൂ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ക്രിസ്പി ബോൺലെസ് ചിക്കനും പിന്നെ നമ്മൾ യു ഗോട്ട് ദിസ് Can. എൻ്റെ ഫേവറേറ്റ് ആലോവേര ജ്യൂസാണ് കേട്ടോ. ആലോവേര ജ്യൂസ് കിട്ടി. Do you want the sandwich? We can put it there. Yes. I want to do that, yeah. Oh! Every day meeting. How are you? Me going. Bye. Today? Then, yeah. Today. This my friend. Nice to meet you. Nice to meet you. How are you? Good. Me go to Seoul morning bus, but morning bus go. I lost my bus. I missed my bus. 6 o'clock. Full. Now full. So Now 7:30 bus. Before reservation, you first. Yeah, first no.
Oh, India. No, Mexico. I think you Mexico's friend. No, yes. Why skin? Yeah. I came to see my friend. Mexico. 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 Mexicana. Mexico. Mexico. Where city? Baja California, like the Pacific. Locals and I live in Cabo San Lucas. yesterday honeymoon. meaning- Honeymoon. You been in Cabo San Lucas? Yeah. You go? It's really popular my city for honeymoon. Scuba diving and Scuba In diving. Cabo Pulmo. Yes, it's where the people. പുള്ളിക്കാരൻ അവളുടെ സ്ഥലത്ത് പോയിട്ടുണ്ട് കേട്ടോ. so riverboat. But yes, it's Cabo San Lucas. Yes, it's my city. Yes, I think I'm really popular for holidays. Sea lion. Oh, that's so nice. I never not too much people. How are you? Surprise. You today? Oh, okay. Me going, okay? Next time, okay? Thank you. Come. Kumsamita. Okay? Instagram. Tokyo. You hi Instagram. Okay. You my Instagram. Hello. Okay? പാവം പുള്ളിയാണ് കേട്ടോ. ഇന്നലെ നമ്മുടെ ബസ്സിൽ അടിപൊളി നല്ലൊരു മനുഷ്യൻ കേട്ടോ. പുള്ളി മാത്രമാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഞാനിവിടെ കണ്ടത്. Asking for a spoon. ലാംഗ്വേജ് അറിഞ്ഞിടാത്ത കഷ്ടമാണ് കേട്ടോ. കുംസാമിത സ്പൂൺ 초콜릿 밖에. യാ ചോക്ര പക്രി 초콜릿 줬는데? ചോക്ര 1 ചോക്ര പക്രി. യാ 초콜릿 줬어요. 2개 줬어요. oh yes this no spoon no spoon like this. okay കുംസാമിത നമ്മളെപ്പോഴും ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ എങ്ങനെ പറയണമെന്നാ? കുംസാമിത എന്ന് പറയണം. Y nada, chicas, acabo de conocer un Mike que estuvo en mi ciudad. O sea, como que el chofer que lo trajo a él acá estuvo en mi ciudad, en México. Y yo así, ¿qué? Que estaba de vacaciones. Me dijo, muy caro. Y yo, sí, ya sé, muy caro. Mexico, I already കുംസാമിത. finished. I already finished. യെസ്, നമ്മളങ്ങനെ നമ്മുടെ ഭക്ഷണം ചേട്ടാൻ വേണ്ടി പോവാണ്. ബൈ. Oh, it's so hot. Which kind of spoon is this? Because he said they gave already spoon. This is a spoon here. This is Korea. No. No what? You have any problem? I eat your food? I don't have any problem. I know. Very cold. അടിപൊളിയായിട്ടോ. ഈ കാണുന്നതാണ് നമ്മൾ എടുക്കുക. I forget. Continue. No, it's okay. And chicken and ചായ. വീട്ടിൽ നിന്ന് എനിക്ക് പാഷൻ ഫ്രൂട്ട് ചായയൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ അവൾ രാവിലെ എനിക്ക് മ്യൂസ്ലിയും സീരിയലും പാലൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമയമില്ല എന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പയ്യെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാതെയായിരുന്നു. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് കഴിക്കട്ടെ. ഈ കാണുന്നത് നമ്മൾ പിമ്പിൾസിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ സേയാണ് പരിചയപ്പെടുത്തുന്നത്. സേ എനിക്കിത് ഒരു 2 പാക്കറ്റ് വാങ്ങിച്ച് എനിക്ക് തന്നു കേട്ടോ. അതായത് പിമ്പിൾസ് വരുമ്പോൾ ആ പിമ്പിൾസിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കുക. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. This actually don't look too much, you know. എന്നിട്ട് ഇത് അവിടെ ഒട്ടിച്ച് വയ്ക്കുക. അത് കുറേ മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇതുണ്ടല്ലോ, പരിപ്പ്, ആ ഒരു ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ആ ഫ്ലൂയിഡ് ഇതിൽ വന്ന് ഒട്ടിയിരിക്കും. എന്നിട്ട് നമ്മളത് ഇളക്കിയാൽ മതി. ഇന്നലെ രാത്രി 2 എണ്ണം ഒട്ടിച്ച് വലിയ പിമ്പിൾ അതങ്ങ് പോയി കേട്ടോ. അതിൻ്റെ കുറേ ഇത് പോയി. ഇതാണ്ട് ഇപ്പം വീണ്ടും ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. My dermatologist. My Mexican dermatologist. Like skincare Korean expert. Yeah, skincare expert ആണ് കേട്ടോ എൻ്റെ. നമ്മുടെ സോളിലോട്ട് പോകാനുള്ള ബസ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ബസ്സിലാണ് ഇപ്പോൾ ഞാൻ പോവേണ്ടത്. I don't wanna go. എനിക്ക് പോകണ്ട. I don't wanna go. Yeah, it's time. You can seem like from perception from this so close. Which one? You're filming? നമ്മളിവിടെ താണ്ടേ ഇത് ചെയ്തിട്ടാണ് കയറാൻ കേട്ടോ. അപ്പോൾ 29번 좌석입니다. അവരെന്തോ പറയും. എന്നിട്ട് എൻ്റെ ബസ് നമ്പർ ഇതിലോട്ടാകും കേട്ടോ. ഞാൻ എൻ്റെ ബസ് നമ്പർ സീറ്റ് നമ്പർ 29 ആണ്. ഞാൻ ഇതടിക്കുമ്പോൾ 29 ആളായിട്ടുണ്ടെന്നുള്ള ഇത് വരും. ഹലോ
Skip it. ഇവിടെ ആക്ച്വലി 2 തരത്തിലുള്ള പൈസയാണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് കൂടുതലായിരുന്നു, 16,000 രൂപയായി. അങ്ങോട്ട് പോയപ്പോൾ 11,000 വോൺ അടുപ്പിച്ചായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ചില സമയത്ത് ടൈം അനുസരിച്ചൊക്കെ പ്രൈസിൻ്റെ വ്യത്യാസവും സംഭവങ്ങളൊക്കെ ഉണ്ട്. സൂയി Adios amigo. You need to learn Spanish this Yes. time. Next time I come with you with fluent Spanish. Fluent in Spanish, okay? You promise. Yeah. So I will not want to see you until Because you I want to talk to your mom. until you speak fluent in Spanish. Yes, okay. Okay. Andiamo. Yala. Yeah. No, yala you because I have to back to my house to sleep. It's early. And it's my last day for rest. കേട്ടോ, എനിക്ക് വേണ്ടി ഇന്ന് ജോലിക്കൊക്കെ പോകണില്ലാന്ന് വിചാരിച്ചാണ്. ഇന്നലെ ഞാൻ ഇടയ്ക്ക് നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ അവൾ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഒരു ദിവസം ഇല്ല, ഞാൻ ഇന്ന് രാവിലെ പോവും. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമായി കേട്ടോ, പാവം. അയ്യോ, അത് കേട്ടപ്പോൾ എനിക്ക് വിഷമായി സത്യം പറഞ്ഞാൽ. അറിയില്ല കേട്ടോ, എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര രീതിയിൽ ഭാഗ്യവാനാണ് കേട്ടോ. ഇപ്പോൾ എനിക്കറിയില്ല നിങ്ങൾ നമ്മുടെ ഈ ഒരു ബന്ധത്തിനെയൊക്കെ എങ്ങനെ വിലപ്പെടുത്തുന്നു. അതായത് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ പല രീതിയിലാണ് കമൻ്റ് ഇടുന്നത്. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എൻ്റെ ബന്ധങ്ങൾ ആക്ച്വലി അത്രയ്ക്ക് ഇപ്പം ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് എന്നെ സ്നേഹിക്കാൻ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ഹേറ്റ് പറയാൻ കുറേ ആൾക്കാരുണ്ട്. ബട്ട് ഞാൻ നടന്നു പോകുമ്പോഴൊക്കെ ഓരോ ഉമ്മമാരും അമ്മമാരൊക്കെ വരുന്ന പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് മോനെ മാഹിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ച് പോകാറുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പല സ്ഥലങ്ങളിലും മരണപ്പെട്ടു പോകേണ്ട സ്ഥലങ്ങളിൽ വരെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ രക്ഷപ്പെടേണ്ട പ്രധാന കാരണം ഇതുപോലുള്ള പ്രാർത്ഥനകളാണ് കേട്ടോ. പല ആളുകളും എന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ധാരാളം സുഹൃത്തുക്കളുണ്ട് കേട്ടോ. എന്താ പറയുക, ഇപ്പം സേനെക്കുറിച്ച് പറയുകയാണെങ്കിലും എന്തോ നമ്മൾ ഭയങ്കര ക്ലോസ് ആണ് കേട്ടോ. അറിയില്ല, ഞാൻ അതുകൊണ്ടാണ് അത്രയും കൊറിയനിൽ അവളെ കാണാൻ വേണ്ടി വന്നത്. മാത്രമല്ല അവൾക്ക് എന്നെ കാണണമെന്ന് തോന്നി, പക്ഷെ അവൾക്ക് അതിന് വരാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പം ഞാൻ വന്നു. അപ്പോൾ ആ ഒരു ഇതാണ്. ചിലപ്പോൾ എനിക്ക് വരാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഞാൻ ആദ്യം ഫസ്റ്റ് എൻ്റെ കൊറിയയിലെ ഫ്ലൈറ്റ് മിസ്സായപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു എനിക്ക് പറ്റിയില്ല, ഞാൻ സർപ്രൈസായിട്ടാണ്, നടന്നില്ല, നീ ഒന്ന് വിയറ്റ്നാമിലോട്ട് പോവാ. അപ്പോൾ അവൾ പറഞ്ഞില്ല എനിക്ക് തായ്ലാൻഡിലോട്ട് വരാൻ പറ്റും, തായ്ലാൻഡിലോട്ട് വരാമെന്ന് പറഞ്ഞ് വന്നതാണ്. എന്നിട്ട് ഞാൻ സർപ്രൈസ് ചെയ്ത് വന്നതാണ്, തായ്ലാൻഡിലോട്ട് വരേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇനിയിപ്പോൾ നേരെ എന്താ പറയുക, സോളിൽ പോകുമ്പോൾ മറ്റൊരാളെ എനിക്ക് വേണ്ടി ഫ്ലൈ ചെയ്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതായത് കാരണം ധാരാളം എനിക്ക് എവിടെ പോയാലും ഫ്രണ്ട്സ് ഉണ്ട്, എവിടെ പോയാലും എന്നെ സ്നേഹിക്കാനായിട്ട് കുറേ ബന്ധങ്ങളുണ്ട്, ഫാമിലീസ്. എന്തോ കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ഒന്ന് വിഷമിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. amigo, I miss you. Yes. Mexico. What? No. Yes. Let me say Yes, official. you need to. It's almost Yeah. 5 minutes. You should. Let me say official bye for people. Bye, okay? Adios. See you. Okay. See you. As I said, everything, yeah. Another time we'll meet. Until the next time. Until the next time. See you until next time. And yeah, take care. Enjoy your travel. You travel. I'm working. What you're saying? After 20 days, you traveling. Yes, after 20 days, I will start to travel in Korea. Yeah. Hopefully, I'm praying for that day. Yeah. Bye bye. Bye bye. Your boost, it will let you. Thank you so much. Okay. Bye. Bye bye. Say. Adios. Adios, amigo. Adios. Bye. Bye bye bye. Finally heading to Seoul. കേട്ടോ വിഷമിച്ചിരിക്കുകയാണ്. എനിക്കൊന്നും കരഞ്ഞില്ലാന്നേ ഉള്ളൂ കേട്ടോ. കേട്ടോ അയ്യോ. നമ്മളങ്ങനെ ബസ് എടുക്കുവാണ്. കറക്റ്റ് സമയം കേട്ടോ, കറക്റ്റ് 7:30 കേട്ടോ അവർ ബസ് എടുക്കുന്നത്. എൻ്റെ കൂടെ വേറെ ഒരാളും കൂടെ ഇരിപ്പുണ്ട്. ബസ് ഫുള്ളാണ് കേട്ടോ. ഇന്ന് ഫ്രീ വേറെ സീറ്റൊന്നും ഇല്ല കേട്ടോ. പിന്നെ ആകെ ഉള്ളത് പുറകിലോട്ട് മാത്രമാണ്. പിന്നെ ഒരു കൊറിയക്കാരൻ, ഒരു ആർമിക്കാരനാണെന്ന് കേട്ടോ. ആർമി വേഷമായിട്ടുള്ള ഒരു പുള്ളിയാണ് കേട്ടോ കാണുന്നത്.
ഫൈനലി 2 മണിക്കൂർ ഇവിടെ ടൈമൊക്കെ പറഞ്ഞാൽ കൃത്യം ടൈമാണ് കേട്ടോ. ഞാനങ്ങനെ സോളിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ ബാഗ് ഇനി താഴെ പോയി എടുക്കട്ടെ. ഓ, എൻ്റെ പുതിയ ബാഗ് അഴുക്കായി കേട്ടോ കുറേ. താങ്ക് യു. ഓക്കെ, ആക്ച്വലി കൊറിയക്കാരെ കുറിച്ചുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട് കേട്ടോ. റേസിസ്റ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷേ കൊറിയക്കാർ ആക്ച്വലി എൻ്റെ അടുത്ത് നല്ലവരായിരുന്നു. കുറച്ച് ആൾക്കാർ എന്തോ പോലെ എനിക്ക് തോന്നി. ബട്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ആക്ച്വലി റേസിസം ഒന്നും അങ്ങനെയില്ല കേട്ടോ. എനിക്ക് കൊറിയയിൽ അങ്ങനെ റേസിസം ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. അങ്ങനെ അധികം പരിഗണിക്കുന്നതായിട്ടും തോന്നിയിട്ടില്ല. പിന്നെ കമ്പനി ആവുന്നവരടുത്തൊക്കെ നല്ല അടിപൊളിയാണ്. ഞാനിനി നമ്മുടെ സബ്വേയിലോട്ടാണ് പോകുന്നത്. അടിപൊളി കേട്ടോ, നല്ല രസമുള്ള ബസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ഇറങ്ങുമ്പോൾ ഇവിടുത്തെ നമുക്ക് സബ്വേ സ്റ്റേഷനൊക്കെ കണക്റ്റഡാണ്. സബ്വേ ലൈൻ നമ്പർ 7 ആണ് കേട്ടോ. നമ്മുടെ നോവൽ മാപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നോവൽ മാപ്പിൽ അത്യാവശ്യം നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. ഇതെവിടെയാണ് സബ്വേ? യെസ്, കണ്ടിട്ട് ഇതാണോ സബ്വേ ലൈൻ 379. ഇവിടെ ആൾക്കാർ സ്ട്രീറ്റിൽ ബാഗ് വയ്ക്കുന്നതാണോ എന്താ സംഭവം? സബ്വേ ലൈൻ നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു കടയാണ് കേട്ടോ. ചെറിയ സ്കാർഫും സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കട. ഇവരുടെ കുറച്ച് ഡ്രിങ്ക്, അലുവേര, എൻ്റെ ഫേവറേറ്റ് അലോവേരയുടെ ഡ്രിങ്ക്. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു മെട്രോ സ്റ്റേഷൻ. പിന്നെ കുറച്ച് വെൻഡിങ് മെഷീനും സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതെന്താ, പിന്നെ ഇവിടെ മാപ്പ്, ഇത് റൂട്ടൊക്കെയാണ് കേട്ടോ. ആളുകളെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഓൾറെഡി വന്നപ്പോൾ എൻ്റെ ഒരു മെട്രോ പോയി കേട്ടോ. ഞാൻ പോകേണ്ടത് ഈ ഒരു ഭാഗത്തോട്ടാണ്, മൻബോ ഭാഗത്തോട്ടാണ് എനിക്ക് പോകേണ്ടത്. ഇതിന് വരുന്നതെന്ന് പറയുമ്പം ഒരു മെട്രോ നമ്മൾ കയറാൻ വേണ്ടി വരുമ്പോൾ എന്ന് പറയുമ്പം 1400 വോണാണ്. 1400 വോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 80 രൂപ, 100 രൂപയുടെ അത് 90 രൂപ എന്തൊക്കെയാണ് കേട്ടോ നമ്മുടെ മെട്രോയുടെ ഇതിനായിട്ട് വരുന്നത്. ഒരു മെട്രോ വരുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അകത്ത് കയറി കാണിച്ചു തരാം. മെട്രോ വന്നപ്പോഴേക്കും ഇവിടെ ഓൾറെഡി ആളുകൾ ഫുള്ളായി കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. എൻ്റെ അമ്മ, രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്ക്. ഈ ബാഗ് വെച്ച് ഞാൻ ഇനി എന്ത് ചെയ്യാമെന്തോ. ആളുകളെല്ലാം മിക്കവാറും എന്നായിരിക്കും നോക്കുന്നത്. എൻ്റെ അമ്മോതാ, മെട്രോ ഫുള്ള് നല്ല തിരക്കാണ് കേട്ടോ. ആളുകളെല്ലാം കറക്റ്റ് രീതിയിൽ ഇറങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് തിരക്കാം. 역입니다. 내리실 문은 오른쪽입니다. 신사나 광교 방면으로 가실 고객께서는 이번 역에서 신분. നമ്മൾ സാധാരണ ഈ കുറേ വീഡിയോയിലും കൊറിയൻ ഡ്രാമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കൊറിയൻ ആളുകൾ ഭയങ്കര ഭംഗിയാണെന്ന് കാണാനായിട്ട് ബൈ ലുക്ക് വൈസ്. പക്ഷേ അതൊക്കെ ഭയങ്കര സ്റ്റീരിയോ ടൈപ്പാണ് കേട്ടോ. എല്ലാവരും ഈ ഇവിടെ ഉള്ളതിൽ വളരെ കുറച്ച് ശതമാനം ആളുകൾ മാത്രമാണ് ആ കറക്റ്റ് ലുക്കിലൊക്കെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള ആൾക്കാർ, ചില ആളുകൾ ഭയങ്കര ചപ്പി മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്. എന്നാലും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു നമ്മുടെ കേരളക്കാരുടെ അല്ലെങ്കിൽ മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെയൊക്കെ ഒരു സെൻസ് ഉണ്ടല്ലോ, കൊറിയക്കാരുടെ ഈ ഒരു ഭംഗി, ആ ഒരു ഭംഗിയിലല്ല കേട്ടോ എല്ലാവരും കാണുന്നത്. കൊള്ളാം, നമുക്ക് നല്ല രസമുണ്ട്. പക്ഷേ നമ്മൾ ഭയങ്കര സ്റ്റീരിയോ ടൈപ്പാണ് കേട്ടോ. കൊറിയൻ ആൺകുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക സൗന്ദര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന സൗന്ദര്യമല്ല, വേറെ രീതിയിലുള്ള സൗന്ദര്യം അവർക്കുണ്ട്. അതാണ് ഞാൻ പല ആൾക്കാരെയും കണ്ടപ്പോൾ, പിന്നെ പല കൂട്ടുകാരന്മാരെ കണ്ടപ്പോഴും പല സുഹൃത്തുക്കൾ കണ്ടപ്പോഴും അവരും ഈ ഒരു സെയിം കാര്യം തന്നെയാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇനി ഇതാണ്ട് ഈ സ്റ്റോപ്പിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാം. ഞാൻ പുതിയൊരാളെ കാണാൻ വേണ്ടി പോവാണ്. റോസ് വാങ്ങിച്ചുകൊണ്ട് പോവാണ്. ഐ നീഡ് സംതിങ് സ്മോൾ. one or something like small. അവസാനം ഞാൻ ഒരു ബൊക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും വേണ്ട, തൊട്ടെടുത്താ. താങ്ക് യു. ഞാൻ പൂവൊക്കെ വാങ്ങിച്ച് ഒരാളെ കാണാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ആരാണെന്ന് ഗസ് ചെയ്യൂ. അയ്യോ, ഞാൻ വീഡിയോ എടുക്കുമ്പോഴല്ലല്ലോ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്കൊന്ന് തംബ്നെയിൽ ചിലപ്പോൾ ഞാൻ ഓൾറെഡി ആളെ ഫോട്ടോയൊക്കെ വെച്ച് ഞാൻ അപ്പോൾ ഗസ് ചെയ്യണ്ട. ചിലപ്പം പറയാൻ പറ്റില്ല, ഞാൻ തംബ്നെയിൽ കാണിച്ചില്ലെങ്കിലോ ഫ്യൂച്ചർ പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴേ.
അപ്പോൾ ഞാൻ നാളെ പേര് പറയണമെന്നുണ്ട്. ഓക്കെ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോട്ടലിലോട്ട് പോവാണ്. ഹോട്ടലിലാണ് കേട്ടോ ഫ്രണ്ട് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ അവിടെ പോയി പിക്ക് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പിന്നെ കാരണവശാൽ എന്ന് പറയുമ്പോൾ സൈഡ് കൂടെ സ്പെൻഡ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നാൽ ഞാൻ അതുകൊണ്ട് ഇന്നിപ്പോൾ ഹോട്ടലിലോട്ട് പോവാണ്. എന്നിട്ട് നമ്മൾ സോൾ കറങ്ങാനുള്ള പ്ലാനാണ്. എനിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അങ്ങ് വലിയ ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ് അവളുടെ രാജ്യം. തൊട്ടടുത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഈ കാണുന്ന അത്യാഡംബരമായിട്ടുള്ള ഹോട്ടലാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ ആലോചിക്കും, ഇവൾക്കെന്താ വട്ടാണോ ഇത്രയും വലിയ സ്ഥലത്തൊക്കെ പോയി ചെയ്യാനൊന്നും. ഞാൻ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, നീ എപ്പോഴും ഇത്രയും വില കൂടിയ സ്ഥലത്ത് എന്തിൻ്റെ സ്റ്റേ ചെയ്യേണ്ട ആവശ്യം? ഇന്ന് നോക്കിയപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഹോട്ടലിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വേറെ പണിയില്ല. അപ്പോൾ ഞാൻ സീബ്ര ക്രോസിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് റൂമിൽ പോയിട്ട് ഞാൻ പോയിട്ട് വേണം വിളിച്ചെണീപ്പിക്കാൻ കേട്ടോ. എനിക്ക് ഒന്നില്ല എണീറ്റെന്ന്. എൻ്റെ പള്ളി ഏതോ നല്ല അത്യാഡംബരമായിട്ടുള്ള ഒരു ഹോട്ടലാണ്. പുഷ് ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ വന്നേനെ. ഇന്നലെ അവളോട് അങ്ങ് ഇവിടെ സ്റ്റേ ചെയ്യാതെയായിരുന്നു കേട്ടോ. കണ്ടിട്ട് അടിപൊളി കേട്ടോ. മറ്റേ സ്വർണം പൂശിയ ഹോട്ടലുകളുണ്ട്. ഞാൻ ആക്ച്വലി നല്ല ടയർഡാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ ഉൾഭാഗം. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് എൻട്രൻസ് ഭാഗം. അവിടെ നമ്മുടെ റിസപ്ഷൻ. ഞാൻ നമ്മുടെ ലിഫ്റ്റ് നോക്കട്ടെ. ലിഫ്റ്റ് നോക്കിയിട്ട് നമ്മുടെ റൂമിൻ്റെ ഭാഗത്തോട്ട് പോട്ടെ. ഈ കാണുന്ന ഭാഗത്തോട്ടാണ് കേട്ടോ എനിക്ക് പോകേണ്ടത്. ഏത് ഫ്ലോറാണെന്തോ 935 മിക്കവാറും നേടായിരിക്കണം കേട്ടോ. റൂമിൻ്റെ ഇതാക്കിയാൽ മാത്രമേ പോകുള്ളൂ കേട്ടോ. നമ്മുടെ ഇവിടെ ലിഫ്റ്റ് വെച്ച് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിനി എമർജൻസി എക്സിറ്റിലൂടെ പുറത്ത് പോകാം കേട്ടോ. വേറെ വഴിയില്ല. കാരണം ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുമ്പം ഞാൻ ടോപ്പിൽ വന്നപ്പോൾ 17ാമത്തെ നിലയിൽ റൂമിക്ക് വെച്ചിട്ട് മാത്രമേ നമുക്ക് മുകളിലോട്ട് ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വേറെ ആരും കയറി പോകണ്ടെന്നുള്ള ഒരു കാരണത്താൽ ഞാനങ്ങനെ 961 തേടിയാണ് പോകുന്നത്. ഇനി എണീച്ച് രാവിലെ ഞാൻ വരുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി പോയാൽ നമ്മളാൾ ഈ കാണുന്നതാണ് കേട്ടോ. ബെല്ലൊന്നും വർക്കാവുന്നില്ലല്ലോ. Hello. How are you? Oh, it's maybe in the gym. How are you? Not good. What? I need to sleep. What happened? I need to sleep. You didn't sleep last night? Yeah. Ah, thank you. Why are you so blushing? Pardon. Why are you so blushing? How are you? Happy to see you. What is this? I don't know. You don't know? Translate. Happy to see you. Happy to. Oh, me too. Want to fight with me? Oh no. Oh, $1. കേട്ടോ. ഇന്നലെ എയർപോർട്ടിൽ വന്നിട്ട് ഷാവി ഞാൻ മെസ്സേജ് അയച്ചോട്ടോ. എനിക്കൊന്നും മെസ്സേജ് പോയില്ല എന്ന് തോന്നുന്നു. പാവം കേട്ടോ. പുള്ളിക്കാരി എയർപോർട്ടിൽ വന്നിട്ട് ഇങ്ങനെ മെസ്സേജ് നോക്കുവാണ്. എന്നിട്ട് നോക്കിയപ്പോൾ എൻ്റെ മെസ്സേജ് കാണുന്നില്ല. അപ്പോൾ വിഷമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വല്ല തിരക്കാ. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെ സമയം തരണം. ഇനിയിപ്പം അവളെ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു. പാവം കേട്ടോ. എന്നെ പിന്നെ ബുദ്ധിമുട്ടിച്ചില്ല. അതുകൊണ്ട് വന്ന് ഈ ഹോട്ടലെടുത്ത് ഇവിടെ നിന്നു കേട്ടോ. പാവം. Please. You got new bag. Congratulations. Wow. Yeah. Happy for you. Happy. Yeah, good. Good Good. bag. Yeah. Good.
you told me you like this. Yeah, it's good. Yeah. Yeah. Yeah, it's for you. No. Yes. No. You can change your bag because your bag. Oh, you have new. See you. Oh. I എന്റെ പള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ദിവസം ഫോട്ടോ അയച്ചിട്ട് എനിക്ക് പുതിയ ബാഗ് വാങ്ങണം, ഏത് ബാഗ് വാങ്ങണം, നീ ഒന്ന് ചൂസ് ചെയ്ത് തരാമെന്ന്. ഞാൻ ഇത് ചൂസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയാ ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ച ബാഗാണെന്ന് കേട്ടോ. ഓ ഷാബി ഷാബി Shabby, shut up. ഷാബി, where is the light? Shabby, shut up. ഷാബി. No light here. ഷാബി. ഷാബി. Don't be sad. ഷാബി. Shabby, shut up. Shut up. No. You will die now. Why you are so happy? What's this? Oh, you have this. No. Okay. This is for you. And I take yours. Okay, for me. കേട്ടോ, ഞാൻ ഇത് വാങ്ങാൻ വേണ്ടി പറഞ്ഞു. ഇത് കാരണം ഒരു സ്ഥലത്തും ഇല്ല കേട്ടോ. അപ്പോൾ ഷാബി എനിക്ക് ഒന്ന് ഇതും വാങ്ങിച്ചിട്ട് വന്നു. ഇപ്പം ഇത് കണ്ടപ്പോൾ ഇതും വിഷമായിരുന്നു. ഞാൻ ഓൾറെഡി വാങ്ങിച്ചു. ഷാബി, താങ്ക് യു സോ മച്ച്. ഷാബിയുടെ ഹോട്ടൽ നോക്കിക്കേ, ആകെ ഇത്ര സ്ഥലമേ ഉള്ളൂ കേട്ടോ. എവിടെയെങ്കിലും ഇങ്ങനെ നെരിഞ്ഞു കൂട്ടി കിടക്കുന്ന സ്ഥലം. ഓ ഷാബി, I need a booking. ഷാബി. My best friend, I told you. I know, see your friend. I told you. ഞാൻ നോക്കിയപ്പം പെട്ടെന്ന് നോക്കിയപ്പം My best friend. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം എന്താ പറയാ, 2 നെയിൽസ് കേട്ടോ നഖം. ഞാൻ വിചാരിച്ചു ഇവിടെ ആരും ഇല്ലാന്ന്. No problem. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ, ഒരു കൊറിയത്തുകാരി. ഇവള് മുമ്പും കൊറിയയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു, ഞാൻ മേടിച്ചു കേട്ടോ. കാരണം ഇന്നലെ ലാസ്റ്റ് പിന്നെ അവൾ വന്നിട്ട് അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ പോയി രാത്രി കറങ്ങാനൊക്കെ പോയി രാത്രി വന്നിട്ട് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തത്. ഞാൻ ഇത്രയും നേരം കിടന്ന് കോവി വെളിയും ഇതും ഞാൻ ഇത്രയും നേരം അറിഞ്ഞില്ല കേട്ടോ അവളുടെ കൂട്ടുകാരി ഇവിടെ കിടക്കുവാണെന്ന്. ഈ കാണുന്നതാണ് ഹോട്ടലും. ഇതാണ്ടേ, മങ്കി ഷോൾഡർ. ഇതെന്താ വിസ്കിയൊക്കെ ആണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഷാബി. പിന്നെ അതാണ്ട് ഇവിടെ നല്ല അടിപൊളി സെറ്റപ്പ് വാഷ്റൂമും ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം. എന്നിട്ട് കുറച്ച് നേരം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ 2 ദിവസത്തിനുള്ളിൽ വിയറ്റ്നാമാണ് കേട്ടോ ഇനി പോകുന്നത്. ഷാബി താണ്ട് വിയറ്റ്നാം ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. Shabby. ഷാബി കുട്ടി. Shabby, shut up. ഹലോ, നിഹാവോ മാ. നിഹാവോ. Oh my god, 你好。 അയ്യോ, മിൻസ്. 怎么跟他介绍呢 മിൻസ്. ？Little bear.？Little bear。 ലിറ്റിൽ ബെയർ. 那 കൊറിയക്കാരിയല്ല കേട്ടോ, ചൈനക്കാരിയാണ് അവളുടെ ഫ്രണ്ട്. ചൈനക്കാരിയാണ്. ഇവിടെ ഇപ്പം എണീറ്റേ ഉള്ളൂ കേട്ടോ. എനിക്കൊന്ന് ഞാൻ വിളിച്ചേൽപ്പിച്ചാണെന്ന് തോന്നുന്നു. സത്യം പറയാലോ, ചിരി വരുന്നു കേട്ടോ. എനിക്ക് സേയ മറന്ന വിഷമമൊക്കെ ഇവള് കാരണം ഒറ്റടിക്ക് മാറി കേട്ടോ. കാരണം ഇവളെ കണ്ടാലേ ചിരി വരും, അങ്ങനത്തെ ക്യാരക്ടറാണ്. എന്നിട്ട് ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ അടുത്ത് കുറേ ഒരു മാസത്തേക്ക് കൂടുതലാണ് കേട്ടോ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ട്, മഹീൻ ഇതിലേത് ബാഗ്, ഷാബി ഏത് ബാഗാണ് കൊള്ളാമെന്നുള്ളതെന്ന്. ഞാൻ പറഞ്ഞു ഈ നീല കൊള്ളാമെന്ന്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അറിയാം അത് എനിക്കാണെന്ന് കേട്ടോ. കൊള്ളാം കേട്ടോ, സർപ്രൈസ് കൊള്ളാം എന്തായാലും. Oh my god. Oh my god. ഇറ്റ്സ് ഇൻ എൻ്റെ അടുത്ത് ചോദിക്കുവാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നമ്മുടെ സൗത്ത് കൊറിയയിൽ ഫസ്റ്റ് വന്ന വീഡിയോ നമ്മുടെ ട്രിപ്പ് ടു കൊറിയ എന്ന് ഇട്ടിട്ട് ഞാൻ കിം ജോങ് ഉന്നിൻ്റെ ഫോട്ടോ ആണ് ഇട്ടിട്ടുള്ളത്. എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഒറിജിനൽ ആണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. ഹിയർ ഹാഫ് യു വിൽ ഫൈൻഡ് യു സി ആഫ്റ്റർ ദിസ് I take handshake.
Oh, where's Jinjong? ചിഞ്ചോങ് ഗോ നോർത്ത് കൊറിയ. No? Yes. So you can't say him. I can't believe you. You can't believe me? You have to believe 然后 me. 他是骗子。我说金正 It's editing. everything Yeah. anything. Yeah. നമ്മുടെ താഴെ നമ്മുടെ ഹോട്ടലിന്റെ താഴെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ നല്ല മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ രണ്ടുപേരും എണീറ്റ് ഇവിടെ ഇരിക്കുവാണ്. എനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. ദിസ് ഫോർ മീ. It's for me. It's go out. Safety exit. How is the flower, Shabi? Very good. Yeah, I think maybe delicious. Delicious. Eat, you can eat. ഇത്രയും നേരം 1 മണിക്കൂറായിട്ട് 2 എണ്ണം ഇവിടെ വാഷ്റൂമിൽ കയറി മേക്കപ്പ് ഇടൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി എനിക്കൊന്ന് കുളിക്കണം. നല്ല വയ്യ കേട്ടോ. ദേഹമൊക്കെ നല്ല വേദന. 2 ദിവസമായിട്ട് അവിടെ നിന്ന് റെസ്റ്റ് എടുത്തു. ഇത് രാവിലെ ഒട്ടിച്ചതാണ് കേട്ടോ. മറ്റേ പിമ്പിളിൻ്റെ സാധനമാണ് കേട്ടോ. അതാ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇളക്കുമ്പോൾ വെള്ളം കണ്ടില്ലേ വരുന്നത്, അതങ്ങനെയാണ് കേട്ടോ സംഭവം. Nani? നന്ദി. You still remember? Yeah, Nani. Nani. Only Nani.